Hi, in this lecture we are going to discuss about polymorphism in C++. So the word polymorphism means having many forms. കുറെ ഫോമിൽ എന്നർത്ഥം വരുന്ന മീനിങ് ആണ് പോളിമോർഫിസത്തിന് ഉള്ളത്. ഓക്കെ, ഞാനൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ a person will have different characteristics in different circumstances. ഒരു പേഴ്സണ് ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സർക്കംസ്റ്റാൻസസിൽ ഒന്നിൽ കൂടുതൽ ബിഹേവിയേഴ്സ് ഉണ്ടാവാം. ഓക്കെ, നമ്മളൊരു പേഴ്സൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് ഹീസ് ആൻ എംപ്ലോയി, ആ ഒരു ഓഫീസിൽ അയാളുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു രീതിയിലായിരിക്കും. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അയാളുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ബിഹേവിയർ എന്ന് പറയുന്നത് വേറൊരു രീതിയിലായിരിക്കും. ആസ് എ ഫാദർ അയാളുടെ ബിഹേവിയർ വേറൊരു രീതിയിലായിരിക്കും. ആൻഡ് ആസ് എ സൺ അയാളുടെ ബിഹേവിയർ വേറൊരു രീതിയിലായിരിക്കും. സോ ദിസ് ഈസ് ദ റിയൽ ലൈഫ് എക്സാമ്പിൾ ഫോർ പോളിമോർഫിസം. ഡിഫറെൻറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് സെയിം പേഴ്സൺ തന്നെ ഡിഫറെൻറ്റ് രീതിയിൽ ബിഹേവ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് നൗ this is an important feature of object oriented programming. Object oriented programming inde important feature ആണ് polymorphism എന്ന് പറയുന്നത്. And we have two types of polymorphism. Actually the polymorphism in C++ is divided into two types. First one is the compile time polymorphism and the second one is the runtime polymorphism. So compile time polymorphism and runtime polymorphism are രണ്ട് type of polymorphism in C++. Okay, now if you look at this diagram, you can see the polymorphism is divided into compile time polymorphism and runtime polymorphism. And again this compile time polymorphism is divided into function overloading and operator overloading. സോ ഫംഗ്ഷൻ ഓവർലോഡിങ്ങും ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും എന്താണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു സെയിം ക്ലാസ്സിൽ തന്നെ ഡിഫറെൻറ്റ് സിഗ്നേച്ചറിലുള്ള ഫങ്ഷൻസിനെ റൈറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഫംഗ്ഷൻ ഓവർലോഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് ഓർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർഗ്യുമെന്റ്സ്, അതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ ഓവർലോഡിങ് എന്ന് പറയുന്നത്. വിത്ത് സെയിം ഫംഗ്ഷൻ നെയിം, ഒരു സെയിം ഫംഗ്ഷൻ നെയിം തന്നെ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർഗ്യുമെന്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫംഗ്ഷൻ ഓവർലോഡിങ് പോസിബിൾ ആക്കുന്നത്. ആൻഡ് അഗെയിൻ ദിസ് ഓപ്പറേറ്റർ ഓവർലോഡിങ് വി ക്യാൻ ഗിവ് സ്പെഷ്യൽ മീനിങ് ടു ഓപ്പറേറ്റേഴ്സ്. നമ്മുടെ ഓപ്പറേറ്റേഴ്സിന് സ്പെഷ്യൽ മീനിങ് കൊടുക്കുന്നതാണ് ഓപ്പറേറ്റർ ഓവർലോഡിങ്. വി ഹാവ് ഓൾറെഡി ഡിസ്കസ് ഓൾ ദീസ്. ഓക്കെ, നൗ റൺ ടൈം പോളിമോർഫിസം മീൻസ് റൺ ടൈമിൽ മാത്രമാണ് അതിൻ്റെ ബിഹേവിയർ നിശ്ചയിക്കുന്നത്. ഓക്കെ, വിർച്വൽ ഫംഗ്ഷൻ ഇൻ C++ is an example for runtime polymorphism. വിർച്വൽ ഫംഗ്ഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ വരുന്ന സെഷനുകളിൽ ഡിസ്കസ് ചെയ്യും. Now it is an example for runtime polymorphism. Okay, now the compile time polymorphism is achieved by function overloading and operator overloading, and the runtime polymorphism is achieved by function overriding with the virtual functions. Now function overriding, this is different from function overloading. Virtual function എന്താണ് എന്നുള്ളത് നമ്മൾ വരുന്ന സെഷനുകളിൽ ഡിസ്കസ് ചെയ്യും. Now function overloading എന്താണ് എന്നുള്ളത് നമ്മൾ ഈ സെഷനിൽ തന്നെ ഡിസ്കസ് ചെയ്യും. So we can go to our IDE and discuss what is function overriding. Okay, now this is our IDE. Okay, first we are going to create a class base. Okay, in the public area of our class base we are going to define or declare a function void display. So it is used to display something. Okay,
cout statement use ചെയ്തിട്ട് നമ്മൾ ഇത് base classന്റെ display function ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് we are printing a statement. This is base class. Okay, this is base class. Now and L. Now we are deriving another class which is called a derived class derived, and it is inheriting publicly from base class. Okay, so it is inheriting publicly from base class, and in the public area of our derived class we have the same function, display function, display. So void display. Now ഈ ഫംഗ്ഷനിൽ നമ്മളത് derived classന്റെ display function ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു statement print ചെയ്യാണ്. This is derived class. Okay, this is derived class and L. Now ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ബേസ് ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. സോ ബേസ് ബി, ഓക്കെ, ബേസ് ബി, right? Now using this object I am calling the display function of base class, right? And we are creating another object which is of derived class, so derived D, and using the derived class object D I am calling the display function of derived class. Now let's compile this. നമ്മൾ ഇത് compile ചെയ്യാൻ പോവാണ്. So compile this. No errors, no warnings. When we run this, as expected, we will get this is base class printed and this is derived class printed, right? So ഇവിടെ base classന്റെ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. Then base classന്റെ display function നമ്മൾ call ചെയ്തു using the dot operator, and again derived classന്റെ ഒബ്ജക്റ്റിനെ നമ്മൾ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്തു. Then derived classന്റെ display function നമ്മൾ call ചെയ്തു. സോ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ബൈൻഡിങ് അല്ലെങ്കിൽ ഏർലി ബൈൻഡിങ് എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് ഓഫ് ബൈൻഡിങ് ആണുള്ളത്, സ്റ്റാറ്റിക് ബൈൻഡിങ് ആൻഡ് ഡൈനാമിക് ബൈൻഡിങ്. സോ ഐ വിൽ ഷോ യു ദിസ്. വി ഹാവ് two types of binding, that is static binding or we can say early binding and dynamic binding or late binding. Okay, late binding. So this is compile time and dynamic binding is run time. അതായത് ഇവിടെ നമ്മൾ ഈ ഒരു ഡിസ്പ്ലേ ഫംഗ്ഷനെ കോൾ ചെയ്ത ടൈമിൽ കമ്പൈൽ ടൈമിൽ തന്നെയാണ് ഏത് ഡിസ്പ്ലേ ഫംഗ്ഷനെ കോൾ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, നമ്മൾ ബേസ് ക്ലാസിന്റെ ഒബ്ജക്റ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ബേസ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ഡിസ്പ്ലേ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുന്നു. സോ ഈ ഒരു ഫംഗ്ഷൻ, ഈ ഒരു പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്ന ടൈമിൽ തന്നെയാണ് നമ്മൾ ഏത് ഡിസ്പ്ലേ ഫംഗ്ഷനെയാണ് കോൾ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, സോ ബേസ് ക്ലാസിന്റെ ഡിസ്പ്ലേ ഫംഗ്ഷനെയാണ് ഇവിടെ കോൾ ചെയ്യുന്നത്, അതേപോലെ ഡിറൈവ്ഡ് ക്ലാസിന്റെ ഡിസ്പ്ലേ ഫംഗ്ഷനെയാണ് ഇവിടെ കോൾ ചെയ്യുന്നത്, റൈറ്റ്? സോ വി വിൽ ഗെറ്റ് ദ ഡിസൈഡ് ഔട്ട്പുട്ട്. നമുക്ക് അങ്ങനെയാണ് ഡിസൈഡ് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇനി ഈ ഒരു ടൈപ്പ് ഓഫ് ബൈൻഡിങ്ങിനെയാണ് നമ്മൾ പറയുന്നത് സ്റ്റാറ്റിക് ബൈൻഡിങ് ഓർ ഏർലി ബൈൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഏർലി ബൈൻഡിങ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ബൈൻഡിങ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ നമ്മളുടെ കോഡിനെ ബൈൻഡ് ചെയ്യുന്നത് തന്നെയാണ്. ഇതെന്താണ് ഡൈനാമിക് ബൈൻഡിങ് എന്താണ് എന്നുള്ളത് നമ്മൾ വരുന്ന സെഷനിൽ ഡിസ്കസ് ചെയ്യും. നൗ
we are going to discuss about this static binding in function overriding. Function overriding static binding അല്ലെങ്കിൽ early binding എങ്ങനെ വരുന്നതെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് വൺ മെത്തേഡ്. നമ്മളുടെ നമ്മളുടെ ബേസ് ക്ലാസ്സിലും ഡിറൈവ്ഡ് ക്ലാസ്സിലും സെയിം ഫംഗ്ഷൻ ഉണ്ട്, ഡിസ്പ്ലേ ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, നൗ നമ്മൾ ആ ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് ഡിസ്പ്ലേ ഫംഗ്ഷനെ കോൾ ചെയ്തപ്പോൾ കറസ്പോണ്ടിങ് ഡിസ്പ്ലേ ഫംഗ്ഷനെ തന്നെയാണ് കോൾ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന് പകരം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ബേസ് ക്ലാസിന്റെ പോയിന്ററിനെ ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, ബേസ് ക്ലാസിന്റെ പോയിന്ററിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ദെൻ ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബേസ് ക്ലാസിന്റെ പോയിന്ററിലേക്ക് ഡിറൈവ്ഡ് ക്ലാസിന്റെ അഡ്രസ്സിനെ നമ്മൾ അസൈൻ ചെയ്യാം. ഓക്കെ, ഡിറൈവ്ഡ് ക്ലാസിന്റെ അഡ്രസ്സിനെ അസൈൻ ചെയ്യാണ്. നൗ ബേസ് ക്ലാസിന്റെ പോയിന്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ ഡിസ്പ്ലേ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഏത് ഡിസ്പ്ലേ ഫംഗ്ഷനെയാണ് കോൾ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് കമ്പൈൽ ദിസ്. No errors, no warnings. Let's run this. You will get the base class. This is base class. So base class inde display function ആണ് കോൾ ചെയ്തത്. സോ ബേസ് ക്ലാസിന്റെ ഡിസ്പ്ലേ ഫംഗ്ഷനെയാണ് കോൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മളുടെ ആക്ച്വൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ പോയിന്റർ എന്ന് പറയുന്നത് ബേസ് ക്ലാസ് പോയിന്റർ ആണ്. ബട്ട് ഒബ്ജക്റ്റ് ഈസ് ഡിറൈവ്ഡ് ക്ലാസ്. ഡിറൈവ്ഡ് ക്ലാസിന്റെ അഡ്രസ് ആണ് ബേസ് ക്ലാസിന്റെ പോയിന്ററിലുള്ളത്. പക്ഷേ നമ്മൾ ഈ പോയിന്റർ യൂസ് ചെയ്തിട്ട് ഡിസ്പ്ലേ ഫംഗ്ഷനെ കോൾ ചെയ്തപ്പോൾ ആക്ച്വലി ബേസ് ക്ലാസിന്റെ ഡിസ്പ്ലേ ഫംഗ്ഷനെയാണ് കോൾ ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ അവർ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല എന്ത് ചെയ്തിട്ടുള്ളത്? ഡിസ്പ്ലേ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുള്ളത്. ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി പോയിന്റർ. പോയിന്റർ ഏത് ടൈപ്പ് ആണോ ആ ക്ലാസിന്റെ ഫംഗ്ഷനെയാണ് കോൾ ചെയ്തിട്ടുള്ളത്. നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത് അതല്ല. ഓക്കെ, സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഫംഗ്ഷൻ ഓവർ റൈഡിങ്. ബട്ട് നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത് അതല്ല. നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത് ഒബ്ജക്റ്റിനനുസരിച്ചാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് ഫംഗ്ഷനെ കോൾ ചെയ്യേണ്ടത്. അതാണ് നമ്മൾ വിർച്വൽ ഫംഗ്ഷൻ എന്ന് പറയുന്ന സെഷനിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്യും. സോ മനസ്സിലാക്കുക, ഇതാണ് ഫംഗ്ഷൻ ഓവർ റൈഡിങ്. അതായത് ഫംഗ്ഷൻ ഓവർ റൈഡിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ there should be ഇൻഹെറിറ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഫംഗ്ഷൻ ഓവർ റൈഡിങ് ചെയ്യാൻ പറ്റുള്ളൂ. ഫംഗ്ഷൻ ഓവർ റൈഡിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേസ് ക്ലാസ്സിൽ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കണം. സെയിം ഫംഗ്ഷൻ നെയിമിൽ ഡിറൈവ്ഡ് ക്ലാസ്സിലും നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ആ ടൈമിലാണ് നമ്മൾ പറയുന്നത് ബേസ് ക്ലാസിന്റെ ഫംഗ്ഷനെ ഓവർ റൈഡ് ചെയ്യുക, ഡിറൈവ്ഡ് ക്ലാസ്സിലെ ഫംഗ്ഷൻ ഓവർ റൈഡ് ചെയ്യാം. സോ ദിസ് ഈസ് ദ ഓവർ റൈഡിങ് ഫംഗ്ഷൻ ആൻഡ് ദിസ് ഈസ് ദി ഓവർ റിഡൺ ഫംഗ്ഷൻ. ഓവർ റൈഡ് ചെയ്യപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബേസ് ക്ലാസ്സിലെ ഫംഗ്ഷനും ഓവർ റൈഡ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ക്ലാസ്സിലെ ഫംഗ്ഷനും. സോ ദിസ് ഈസ് ഫംഗ്ഷൻ ഓവർ റൈഡിങ്. ഓക്കെ, ഈ സെഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക.